തിയോഡലൈറ്റിൽ നമ്മൾ രണ്ട് ആംഗിൾസ് ആണ് മെഷർ ചെയ്യണത്, ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും. അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന 3 രീതികളുണ്ട് നമുക്ക്. അതിൽ ഒന്നാമത്തെയാണ് ഓർഡിനറി മെത്തേഡ്, രണ്ടാമത്തെ റിപ്പീറ്റേഷൻ മെത്തേഡ്, മൂന്നാമത്തെ റീട്രേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡിലാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ തിയോഡലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് റിപ്പീറ്റേഷൻ മെത്തേഡും റീട്രേഷൻ മെത്തേഡാണ് മെയിനായിട്ട് വരുന്നത്. കാരണം ഓർഡിനറി മെത്തേഡിൽ നമ്മൾ ഒറ്റത്തവണ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒറ്റത്തവണ നമ്മൾ എയിലേക്ക് നോക്കുന്നു, ബിയിലേക്ക് നോക്കി നമ്മൾ ആംഗിൾ എടുത്ത് അതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ കാണുന്നു. കോമ്പസിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു സംഭവമാണ് അത്. അത്രയേ ഉള്ളൂ നമുക്ക് അതിൽ. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റേഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയർ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർഡിനറി മെത്തേഡിന് നമുക്ക് അത് എടുക്കാൻ പറ്റും. റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ ഓർഡിനറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ എടുക്കണുള്ളൂ. പക്ഷേ റിപ്പീറ്റേഷൻ മെത്തേഡിൽ എന്താ നമ്മൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞത്, ഒരു 3 തവണ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് 2 ഒബ്സർവേഷൻ ഉണ്ട്. ഒന്ന് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനും രണ്ടാമത്തേത് ഫേസ് റൈറ്റ് ഒബ്സർവേഷനും. 2 ഒബ്സർവേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 2 എണ്ണം എടുക്കുന്നത് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. തിയോഡലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റീഡിങ് എടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് തിയോഡലൈറ്റിൻ്റെ മെയിനായിട്ടുള്ള എന്താ പറയുക എയിം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ആക്യുറേറ്റ് ആയിട്ട്, അതായത് മൈന്യൂട്ടായിട്ട് വരുന്ന എറർ പോലും കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ റിപ്പീറ്റേഷൻ മെത്തേഡ് ചെയ്യുന്നത്. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് 1 വേർഡിലായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയറായിട്ടൊക്കെ നമുക്ക് ചോദിക്കാം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിൽ റിപ്പീറ്റേഷൻ മെത്തേഡാണ്. കാരണം നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒബ്സർവർ, അതായത് ഇപ്പോൾ സർവേയർ ആയിക്കോട്ടെ ഒബ്സർവർ ആയിക്കോട്ടെ, നമ്മളത് റീഡിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ലെഫ്റ്റ് ഫേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ലെഫ്റ്റ് ഫേസ് തന്നെ ഒരേ സമയം നമ്മൾ 3 തവണ നമ്മളത് വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ആ റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സമയം 3 പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 3 പ്രാവശ്യവും നമുക്ക് ഒരേ റീഡിങ് വരുന്നതെങ്കിലും ഓക്കെയാണ്. അതല്ല ആ റീഡിങ്ങിൽ ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ 20 സെക്കൻഡ് എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് ആയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ നിന്ന് പോലും അതിന് പോലും നമുക്ക് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ഈ 3 എണ്ണം എടുത്തിട്ട് ആ 3ൻ്റെയും ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ കാണുന്നത്. അതായത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. അതുകൊണ്ട് ആ വർക്ക് റിപ്പീറ്റേഷൻ മെത്തേഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അത്രയ്ക്കും കൃത്യത ഉള്ളതായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ റിപ്പീറ്റേഷൻ മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും അത്രയ്ക്ക് ആക്യുറസി വേണ്ട സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ റിപ്പീറ്റേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് സമയം നമുക്ക് ആവശ്യമുള്ളൊരു മെത്തേഡാണ് ഈ റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഫേസിൽ നമ്മൾ എടുക്കുന്ന റീഡിങ് 3 തവണ എടുക്കുന്നു. അതേപോലെ തന്നെ റൈറ്റ് ഫേസിലും നമ്മൾ എന്തെടുക്കുന്നുണ്ട്, 3 തവണ നമ്മൾ റീഡിങ് എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ വേറൊരു നമ്മളിതിലെ ടെക്നിക്കൽ ടേംസുകൾ പഠിച്ച സമയത്ത് ഒരു കാര്യം നമ്മളതിൽ പറഞ്ഞിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ടെലസ്കോപ്പ് നോർമലും ടെലസ്കോപ്പ് ഇൻവേർട്ടഡും നമ്മളതിലൊരു വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ലെഫ്റ്റ് ഫേസിൽ വർക്ക് ചെയ്യുന്നില്ലേ നമ്മൾ ഇൻസ്ട്രുമെൻ്റ്, അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ ആയാലും വെർട്ടിക്കൽ ആംഗിൾ ആയാലും മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ഫേസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഫേസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വെർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് ഫേസ്, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിളിൻ്റെ ഫേസ് ഇരിക്കുന്നതെങ്കിൽ അത് എന്താണ്, ലെഫ്റ്റ് ഫേസ് ആണ്. ഇനി ഒബ്സർവറുടെ റൈറ്റ് ഫേസിലാണ് എന്തിരിക്കുന്നത്, വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ അത് റൈറ്റ് സൈഡ് റൈറ്റ് ഫേസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഫേസും റൈറ്റ് ഫേസും എന്ന് പറയുന്നത് ഒബ്സർവറുടെ ലെഫ്റ്റും റൈറ്റും ആണ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പറയാം, അപ്പോൾ ഈ ടെലസ്കോപ്പ് നോർമൽ അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഇൻവേർട്ടഡ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ഫേസ് ആയതുകൊണ്ട് തന്നെ ഫേസ് ലെഫ്റ്റ് ആണെങ്കിൽ അത് ടെലസ്കോപ്പ് നോർമൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറുടെ ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്, ലെഫ്റ്റ് ഫേസിലാണെങ്കിൽ അത് ടെലസ്കോപ്പ് നോർമൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് വർക്ക് നമ്മൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മളിതിനെ സ്വിങ് ചെയ്തിട്ട്, അതായത് ട്രാൻസിറ്റ് ചെയ്തിട്ട്
സ്വിങ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യും 180 ഡിഗ്രിയിൽ. അതിനുശേഷമാണ് നമ്മൾ റൈറ്റ് സ്വിങ് ചെയ്തിട്ട് നമ്മൾ വെർട്ടിക്കൽ സർക്കിളിനെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒബ്സർവറുടെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സർക്കിളിനെ കൊണ്ടുവരുന്നത്, നമ്മുടെ വെർട്ടിക്കൽ സർക്കിളിനെ. അപ്പോൾ ഈ ടെലസ്കോപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 180 ഡിഗ്രിയിൽ ട്രാൻസിറ്റ് ചെയ്യണം. അതായത് മറിച്ചിടുന്ന പോലെ അങ്ങോട്ട് മറിച്ചിടുകയാണ് നമ്മൾ ചെയ്യണത് അല്ലേ. എന്നിട്ടാണ് നമ്മൾ റൈറ്റ് സ്വിങ് ചെയ്തിട്ട് വെർട്ടിക്കൽ സർക്കിളിനെ എവിടേക്ക് കൊണ്ടുവരുന്നത്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കൊണ്ടുവരുന്നതിന് നമ്മൾ അതിനെ പറയുന്നതാണ് ടെലസ്കോപ്പ് ഇൻവെർട്ടഡ് എന്ന് പറയുന്നത്. അതായത് ടെലസ്കോപ്പ് മറിച്ചിട്ടിട്ട് നമ്മൾ അടുത്ത ഫേസിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ടെലസ്കോപ്പ് ഇൻവെർട്ടഡ് എന്ന് പറയുന്നത്. അതായത് ടെലസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സ്വിങ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ടെലസ്കോപ്പ് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലസ്കോപ്പിൻ്റെ നമ്മുടെ ഒബ്സർവറുടെ ലെഫ്റ്റ് ഫേസ് സൈഡിൽ വെർട്ടിക്കൽ സർക്കിൾ ഫേസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് ടെലസ്കോപ്പ് നോർമൽ എന്ന് പറയുന്നത്. അത് ഒരു ചോദ്യം ഞാൻ അങ്ങനെ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം. ടെലസ്കോപ്പ് നോർമൽ എന്ന് പറയുന്നത് ഒബ്സർവറുടെ ഒബ്സർവർ എന്നുള്ളത് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. ഒബ്സർവർ എന്നുള്ളത് നമ്മൾ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. ഒബ്സർവറുടെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ വരുന്നതെങ്കിൽ അതെന്താണ്, ടെലസ്കോപ്പ് നോർമലാണ്. അതല്ല നമ്മൾ നമ്മുടെ ടെലസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്ത് നമ്മളതിനെ സ്വിങ് ചെയ്ത് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതെന്തായി, ടെലസ്കോപ്പ് ഇൻവെർട്ടഡ് എന്നാണ് നമ്മളതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഞാൻ 1-2 സ്ഥലത്ത് കണ്ടു, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു മെത്തേഡ് ഏതാണ്, ഇപ്പം ഞാൻ പറഞ്ഞ റിപ്പീറ്റേഷൻ മെത്തേഡാണ്. മനസ്സിലായി. ഇപ്പോൾ റിപ്പീറ്റേഷൻ മെത്തേഡിലാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഈ ലെഫ്റ്റും റൈറ്റും ഫേസ് സ്വിങ്ങിങ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഈ റിപ്പീറ്റേഷൻ മെത്തേഡിലാണ്. കാരണം നമ്മളത് ഒരു ലെഫ്റ്റ് സൈഡ് ഫേസ് തന്നെ നമ്മളൊരു 3 വട്ടം അത് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ 3 വട്ടം ചെയ്യുമ്പോഴും 3 വട്ടം നമുക്ക് സ്വിങ് ചെയ്യേണ്ടി വരുന്നുണ്ട്. റൈറ്റ് സ്വിങ് ലെഫ്റ്റ് സ്വിങ് നമ്മൾക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് ഈ സംഭവം നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതായത് ഈ ട്രാൻസിറ്റ് ചെയ്തിട്ട് റൈറ്റ് സ്വിങ് ചെയ്യുന്നതും ഒക്കെ റിപ്പീറ്റേഷൻ 3 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് ഇതിലാണ് നമുക്ക് കൂടുതൽ. പിന്നെ റീട്രേഷൻ മെത്തേഡാണ് വരുന്നത്. അപ്പോൾ ഇൻവെർട്ടഡ് എന്താണ്, ടെലസ്കോപ്പ് ഇൻവെർട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക, ട്രാൻസിറ്റ് ചെയ്തിട്ട് എടുക്കുന്നു, തിരിച്ചു കഴിഞ്ഞാൽ അത് ഇൻവെർട്ടഡായി. അതല്ല വെർട്ടിക്കൽ സർക്കിളിൻ്റെ ഫേസ് ഒബ്സർവറുടെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ടെലസ്കോപ്പ് നോർമൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് റിപ്പീറ്റേഷൻ മെത്തേഡിലേക്ക് വരാം. റിപ്പീറ്റേഷൻ മെത്തേഡിൻ്റെ നോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ഒരു ബുക്കൊക്കെ എടുത്തോളാം, പേന എടുത്തോളാം. ഓക്കെ ആണോ? നോട്ട് പറയട്ടെ? ഓക്കെ. റിപ്പീറ്റേഷൻ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നോട്ട് ചെയ്തോളൂ. ഹൊറിസോണ്ടൽ ആംഗിൾ മ്യൂട്ട് ചെയ്ത് വെച്ചോ, അപ്പോൾ കേൾക്കും. അല്ലെങ്കിൽ മൂളുമ്പോഴേ അത് അവർക്ക് മറ്റുള്ളവർക്ക് കേൾക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഹൊറിസോണ്ടൽ ആംഗിൾ ആക്യുറേറ്റായി, അതായത് വളരെ കൃത്യമായി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിപ്പീറ്റേഷൻ മെത്തേഡ്. ഹൊറിസോണ്ടൽ ആംഗിൾ വളരെ ആക്യുറേറ്റായി അല്ലെങ്കിൽ കൃത്യമായി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിപ്പീറ്റേഷൻ മെത്തേഡ്. ഇത്തരം മെത്തേഡിൽ ഒരേ ആംഗിൾ
തുടർച്ചയായി മെഷർ ചെയ്യുന്നു. സ്പീഡ് കൂടണമെങ്കിൽ പറയണം കേട്ടോ. ഇത്തരം മെത്തേഡിൽ ഒരേ ആംഗിള് തുടർച്ചയായി മെഷർ ചെയ്യുന്നു. തുടർച്ചയായി 3 തവണ എഴുതിക്കോളൂ കേട്ടോ. 3 തവണ മെഷർ ചെയ്യുന്നു. രണ്ട് ഒബ്സർവേഷനിലും കൂടി ബ്രാക്കറ്റിലെ ഫേസ് ലെഫ്റ്റ് കോമ ഫേസ് റൈറ്റ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. രണ്ട് ഒബ്സർവേഷനിലും കൂടി എന്നിട്ട് ബ്രാക്കറ്റിൽ ഫേസ് ലെഫ്റ്റ് കോമ ഫേസ് റൈറ്റ്. രണ്ട് ഒബ്സർവേഷനിലും കൂടി ടോട്ടൽ 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ടോട്ടൽ 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഫൈനലി ആംഗിൾസിൻ്റെ ആവറേജ് എടുത്ത് വാല്യൂസ് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ് അതിൻ്റെ അടിയിൽ നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ നെക്സ്റ്റ് സെൻറ്റൻസ് ഒരു പാരഗ്രാഫായിട്ട് എഴുതിക്കോളൂ കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല, നെക്സ്റ്റ് പാരഗ്രാഫ് പോലെ എഴുതാം. ആംഗിൾ AOB എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം കേട്ടോ. AOB എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് ഒരു സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടുക. ആംഗിൾ AOBയുടെ ഹൊറിസോണ്ടൽ ആംഗിൾ റിപ്പീറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് മെഷർ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ അത് നിങ്ങളങ്ങനെ വരച്ചിട്ടാൽ മതി. സൈഡിൽ ആംഗിൾ AOB എന്ന് പറയുന്നത് ഒന്ന് വരച്ചിടുക. O സെൻറ്ററിൽ AB ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ ആംഗിൾ വരയ്ക്കില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുക സൈഡിൽ. ഇനി അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അടിയിലാണ് നമ്മൾ പ്രൊസീജിയർ എഴുതാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ പോയിന്റഡ് ആയിട്ടാണ് പ്രൊസീജിയർ എഴുതുമ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ ഈ മെത്തേഡിനെ കുറിച്ചിട്ട് എഴുതിയത്. ഇനി പ്രൊസീജിയർ എഴുതുമ്പോൾ പോയിന്റഡ് ആയിട്ട് എഴുതുക എപ്പോഴും. കാരണം പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് വായിച്ച് നോക്കാൻ തന്നെ ചിലപ്പോൾ അത് തോന്നില്ല. അപ്പോൾ നമ്മൾ പോയിന്റഡ് ആയിട്ട് എഴുതുമ്പോൾ വെറുതെ നമുക്ക് നോക്കിയാൽ തന്നെ അത് എന്തൊക്കെ പോയിന്റ് അതിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് എഴുതുക. തിയോഡലൈറ്റ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. തിയോഡോലൈറ്റ് സ്റ്റേഷൻ പോയിന്റ് ഓയിൽ O എന്ന് എഴുതിയിട്ട് സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടണം കേട്ടോ. തിയോഡലൈറ്റ് സ്റ്റേഷൻ പോയിന്റ് ഓയിൽ കൃത്യമായി സെറ്റ് ചെയ്ത് ലെവൽ ചെയ്യുക. തിയോഡലൈറ്റ് സ്റ്റേഷൻ പോയിന്റ് ഓയിൽ O എന്നിട്ടിട്ട് സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടണം കേട്ടോ. കൃത്യമായി സെറ്റ് ചെയ്ത് ലെവൽ ചെയ്യുക.
എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുക ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫേസ് ലെഫ്റ്റ് ആയിരിക്കണം. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫേസ് ഒബ്സർവറുടെ ലെഫ്റ്റ് ആയിരിക്കണം. അങ്ങനെ എഴുതാം ബ്രാക്കറ്റിൽ. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫേസ് ഒബ്സർവറുടെ ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, എ വെർനിയറിൽ അപ്പർ ക്ലാമ്പ് ഉപയോഗിച്ച് 0 സെറ്റ് ചെയ്യുക. 0 എന്ന് എഴുതുമ്പോൾ ഓ പോലെ തോന്നരുത് കേട്ടോ. 0 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 0 സെറ്റ് ചെയ്യുക. അതിനുശേഷം ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്ത് 'ടെലസ്കോപ്പ് ലെഫ്റ്റ് ഹാൻഡ് ഒബ്ജക്റ്റായ എയിലേക്ക് ബൈസെക്റ്റ് ചെയ്യുക. ലോവർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ച് എ പോയിന്റിന്, എ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് എഴുതണം, സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടണം കേട്ടോ. സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് എഴുതണം, സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടണം. എന്നിട്ട് എഴുതുക കൃത്യമായി ബൈസെക്റ്റ് ചെയ്യുക. എയെ കൃത്യമായി ബൈസെക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, എ വെർനിയറിലെ റീഡിങ് 0യിൽ നിന്ന് ചേഞ്ച് ആയോ എന്ന് ചെക്ക് ചെയ്യുക. എ വെർനിയറിലെ റീഡിങ് 0യിൽ നിന്ന് ചേഞ്ച് ആയോ എന്ന് ചെക്ക് ചെയ്യുക. എയിൽ നമ്മൾ 0 അല്ലേ നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പം അത് ബൈസെക്റ്റ് ചെയ്തതിന് ശേഷം ആ 0 മാറിയോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എ വെർനിയറിലെ റീഡിങ് 0യിൽ നിന്ന് ചേഞ്ച് ആയോ എന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം ബി വെർനിയറും ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ്, അപ്പർ ക്ലാമ്പ് യൂസ് ചെയ്ത് ടെലസ്കോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് ബിയെ ബൈസെക്റ്റ് ചെയ്യുക. ബി എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് എഴുതണം, സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടണം കേട്ടോ. ബിയെ ബൈസെക്റ്റ് ചെയ്യുക.
അതിനുവേണ്ടി അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിക്കുന്നു. അടുത്തത് 5ാമത്തെ പോയിന്റ്. രണ്ട് വെർനിയറിലെയും വാല്യൂ റീഡ് ചെയ്യുക. രണ്ട് വെർനിയറിലെയും വാല്യൂസ് റീഡ് ചെയ്യുക. രണ്ട് വെർനിയറിലെയും വാല്യൂ റീഡ് ചെയ്യുക. വെർനിയറിൽ ലഭിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ റീഡിങ്ങിനെ അപ്രോക്സിമേറ്റ് ആംഗിളായി എടുക്കുന്നു. നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ്. അപ്രോക്സിമേറ്റ് റീഡിംഗ് ആയ ആംഗിള് കാരണം 1ാമത്തെ പ്രാവശ്യമല്ലേ, 3 തവണ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. അപ്രോക്സിമേറ്റ് ആംഗിളായി എടുക്കുന്നു. ഓക്കെ. അടുത്ത 6ാമത്തെ പോയിന്റ്. ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്ത് ടെലസ്കോപ്പ് തിരിച്ച് ഒബ്ജക്റ്റ് എയെ സൈറ്റ് ചെയ്യുന്നു. ലോവർ ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് എയെ കൃത്യമായി ബൈസെക്റ്റ് ചെയ്യുക. അതായത് ബൈസൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ. ലോവർ ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് എയെ കൃത്യമായി ബൈസെക്റ്റ് ചെയ്യുക. എ എന്നൊക്കെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, അത് സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടുക കേട്ടോ. എയെ ബൈസെക്റ്റ് ചെയ്യുക. വെർനിയറിലെ റീഡിങ്സ് സെയിം തന്നെ ആയിരിക്കും. അടുത്തത് 7ാമത്തെ പോയിന്റ്. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് ടെലസ്കോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് ബിയെ ബൈസെക്റ്റ് ചെയ്യുക. ബി എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടുക. അപ്പർ ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് കൃത്യമായി ബൈസെക്റ്റ് ചെയ്യുക. ബിയെ അപ്പർ ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് കൃത്യമായി ബൈസെക്റ്റ് ചെയ്യുക. ഇപ്പോൾ
ഇപ്പോൾ വെർനിയറിലെ വാല്യൂ ഇരട്ടിയായിരിക്കും. വെർനിയറിലെ വാല്യൂ ഇരട്ടി ആയിരിക്കും. നെക്സ്റ്റ് 8ാമത്തെ പോയിന്റ്. ഈ പ്രോസസ്സ് 3 തവണ ആവർത്തിക്കുക. ഈ പ്രോസസ്സ് 3 തവണ ആവർത്തിക്കുക. രണ്ട് വെർനിയറിലെയും റീഡിങ് എടുക്കുക. രണ്ട് വെർനിയറിലെയും റീഡിങ് എടുക്കുക. രണ്ട് വെർനിയറിലെയും റീഡിങ് എടുക്കുക. ആംഗിൾസിൻ്റെ വാല്യൂസിനെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ കൊണ്ട് അതായത് 1, 2, 3 തവണയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 3 കൂടി കൂട്ടിയിട്ട് നമ്മളതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ AOBയുടെ കറക്റ്റ് വാല്യൂ ലഭിക്കുന്നു. അപ്പോൾ ആംഗിൾ AOBയുടെ കറക്റ്റ് വാല്യൂ ലഭിക്കുന്നു. അടുത്തത് 9ാമത്തെ പോയിന്റ്. അതിനുശേഷം ഫേസ് ചേഞ്ച് ചെയ്യുക. ഫേസ് റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഫേസ് റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഫേസ് റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ AOBയുടെ മറ്റൊരു വാല്യൂ ലഭിക്കുന്നു. അപ്പോൾ ആംഗിൾ AOBയുടെ മറ്റൊരു വാല്യൂ ലഭിക്കുന്നു. മറ്റൊരു വാല്യൂ ലഭിക്കുന്നു. നെക്സ്റ്റ് 10ാമത്തെ പോയിന്റ്. 10ാമത്തെ പോയിന്റ്. ഈ രണ്ട് വാല്യൂസിൻ്റെയും ആവറേജ് എടുത്താൽ ആംഗിൾ AOBയുടെ കറക്റ്റ് വാല്യൂ ലഭിക്കുന്നു. ആംഗിൾ AOBയുടെ കറക്റ്റ് വാല്യൂ ലഭിക്കുന്നു. ഇത്രയാണ് റിപ്പീറ്റേഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയർ.
10 പോയിന്റുകളാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ എഴുതിയിട്ടുള്ളത്. എക്സാമിന് വരാറുണ്ട്. റിപ്പീറ്റേഷൻ മെത്തേഡിന്റെ പ്രൊസീജിയർ എഴുതാൻ ചോദിക്കാറുണ്ട്. 10 എഴുതാനൊക്കെ വരുമോ? 10 എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന രീതിയാണത്. റിപ്പീറ്റേഷൻ മെത്തേഡ് എങ്ങനെ പ്രാക്ടിക്കലി ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അതൊരു 10 പോയിന്റിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് റിപ്പീറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രൊസീജിയർ എഴുതിയതാണ്. അതിൻ്റെ ആ സ്റ്റെപ്പ് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതെങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം 0 സെറ്റ് ചെയ്യുന്നു. ആ 0 ആദ്യത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വെർണിയറിൽ 0 സെറ്റ് ചെയ്യുന്നു. 0 സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫേസ് ലെഫ്റ്റ് വെച്ച് നമ്മുടെ എയിലേക്ക് നോക്കി സൈറ്റ് ചെയ്യുന്നു. ആ എയിൽ ഏതായിരിക്കും 0 ആണ് നമ്മുടെ റീഡിംഗ് ആയിരിക്കുക. അതിനുശേഷം നമ്മൾ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് നമ്മൾ എവിടേക്ക് നോക്കുകയാണ്? ബിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു റീഡിങ് കിട്ടും, ആ ആംഗിൾ കിട്ടും എത്രയാണെന്നുള്ളത്. അതിനുശേഷം അപ്പർ ടൈറ്റ് ചെയ്തിട്ട് ലോവർ ലൂസാക്കിയിട്ട് വീണ്ടും നമ്മൾ എയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആ സെയിം റീഡിങ് തന്നെയാണ് കിട്ടുക. കാരണം അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്താലേ റീഡിങ് ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ സെയിം റീഡിങ് തന്നെ എയിലായിരിക്കണം. അപ്പോൾ ആ എയിലേക്ക് നോക്കി നമ്മൾ ബൈസെക്റ്റ് ചെയ്ത് ടാൻജൻറ്റ് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ബിയിൽ എത്രയാണോ കിട്ടിയത് ആ റീഡിങ് തന്നെ ആയിരിക്കും നമുക്ക് എവിടെ ഉണ്ടാവുക? എയിൽ ഉണ്ടായിരിക്കുക. അതിനുശേഷം വീണ്ടും ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പർ ക്ലാമ്പ് ലൂസാക്കി വീണ്ടും നമ്മൾ ബിയിലേക്ക് നോക്കുന്നു, വീണ്ടും റീഡിങ് എടുക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ട് ലോവർ ക്ലാമ്പ് ലൂസാക്കി തിരിച്ച് വീണ്ടും എയിലേക്ക് നോക്കുന്നു. ഇത് 3 തവണ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് എവിടെ ചെയ്യുന്നു? ഫേസ് ലെഫ്റ്റിൽ 3 തവണ. അതിനുശേഷം മൂന്നാമത്തെ റീഡിങ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റൈറ്റിലേക്ക്, നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് ഫേസ് റൈറ്റിലേക്ക് ആക്കിയതിന് ശേഷം ഈ സെയിം പ്രോസസ്സ്, അതായത് സെയിം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വീണ്ടും വെർണിയറിൽ 0 സെറ്റ് ചെയ്യുന്നു, എയിലേക്ക് നോക്കുന്നു, കറക്റ്റ് ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നു. അത് ഓക്കെ ആയതിനു ശേഷം 2 ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു. വീണ്ടും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ ബിയിലേക്ക് നോക്കുന്നു. ആ സെയിം പ്രോസസ്സ് തന്നെ. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് ബിയിലേക്ക് നോക്കി നമ്മൾ എന്ത് ചെയ്യണം? റീഡിങ് എടുക്കുന്നു, ആ ആംഗിൾ എടുക്കുന്നു. അതിന് ശേഷം വീണ്ടും അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ട് ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്ത് വീണ്ടും നമ്മൾ എയിലേക്ക് വരുന്നു. ഇത് സെയിം പ്രോസസ്സ് 3 തവണ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഓരോ തവണ ചെയ്യുമ്പോഴും, അതായത് ഇപ്പോൾ ഫേസ് ലെഫ്റ്റിൽ 3 റീഡിങ് എടുത്തു, ഫേസ് റൈറ്റിൽ നമ്മൾ 3 റീഡിങ് എടുത്തു. അപ്പോൾ ഫേസ് ലെഫ്റ്റിലെടുത്ത 3 റീഡിങ്ങിൻ്റെയും ആവറേജ് കാണണം, ഫേസ് റൈറ്റിലെടുത്ത 3 റീഡിങ്ങിൻ്റെയും ആവറേജ് കാണണം. അപ്പോൾ അതിലും ഒരു ആംഗിൾ കിട്ടും നമുക്ക്, ഇതിലും ഒരു ആംഗിൾ കിട്ടും. ഈ 2 ആംഗിളും കൂടി വീണ്ടും നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടിട്ടാണ് കറക്റ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് അത്രയ്ക്ക് ആക്യുറസിയോട് കൂടി ആയിരിക്കും റിപ്പീറ്റേഷൻ മെത്തേഡിൽ കിട്ടുന്ന വാല്യൂ. അത്രയും ആക്യുറസി ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ 10 പോയിന്റിലേക്കായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അബ്ദുള്ള കുട്ടിക്ക് അത് പ്രൊസീജിയർ ആണത്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ആ 10 പോയിന്റിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പം ഇനി നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അതിന് മുമ്പ് നമ്മൾ അതെന്താന്നുള്ളതിൻ്റെ ചെറിയൊരു ഷോർട്ട് നോട്ട് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മളിത് എഴുതുന്നത്. ഇനി ഇതിൽ എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ നിങ്ങൾ റിസൾട്ട് എഴുതാം. റിസൾട്ട് നമ്മൾ എഴുതി വെക്കും. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ചെയ്ത് വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഹൊറിസോണ്ടൽ ആംഗിൾ എത്രയാണെന്നുണ്ടെങ്കിൽ ആ ആംഗിൾ നമ്മളവിടെ എഴുതി വെച്ച പ്രൊസീജിയറിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പ്രൊസീജിയർ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാറുണ്ട്. റിപ്പീറ്റേഷൻ മെത്തേഡ്, റീട്രേഷൻ മെത്തേഡ്, ഏതെങ്കിലും ഒരു മെത്തേഡ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾ, ഇത് 3-ൽ ഏതെങ്കിലും ഒരു മെത്തേഡ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു 10 പോയിന്റ് ആയിട്ട് നമ്മളതിനെ എഴുതുമ്പോൾ അപ്പോൾ അവർക്ക് പോയിന്റഡ് ആയിട്ട് കാണുമ്പോഴും അവർക്കത് മനസ്സിലാവും. നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതുമ്പോഴേ അതിങ്ങനെ കട്ട കുത്തിയ പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ നമുക്ക് സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടതും കാര്യങ്ങളൊന്നും അതൊക്കെ നോക്കാം. പക്ഷെ പോയിന്റഡ് ആയിട്ട് എഴുതുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് പ്രൊസീജിയർ എഴുതുമ്പോൾ നമ്മൾ പോയിന്റഡ് ആയിട്ട് എഴുതാൻ പറയുന്നത്.
അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ എന്ത് എഴുതുമ്പോഴും ഒബ്ജക്റ്റ് ചോദിക്കായാലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കായാലും എന്ത് ചോദിക്കുമ്പോഴും നമ്മൾ പോയിൻറ്റഡ് ആയിട്ട് എഴുതാൻ പറയണത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് 5 മാർക്കിന് 5 പോയിൻ്റെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഇത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിൻറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ ചിലപ്പോഴേ നമ്മൾ ഈ ഒന്നാമത് നമ്മൾ വരിയില്ലാത്ത പേജിലല്ലേ എഴുതുന്നത്. അപ്പോൾ ഈ അടുപ്പിച്ചടുപ്പിച്ച് ഗ്യാപ്പിലാണ്ടൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 സെൻറ്റൻസ് 4-5 സെൻറ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ഇത്തിരിക്കോളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇതാണോ 5 മാർക്കിന്, ചിലപ്പോൾ അതിൽ കണ്ടൻറ്റ് മൊത്തം ഉണ്ടാവും, പക്ഷേ അത് കാണുമ്പോൾ അത് ഇത്തിരി എഴുതിയ പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് പോയിൻറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പം ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പം ഇതിലുള്ളവരൊക്കെ ചെയ്തവർ തന്നെയാന്ന് തോന്നുന്നുണ്ട്. റിപ്പീറ്റേഷൻ മുരുകേഷ് മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്യാത്തത്. ബാക്കി എല്ലാവരും ഇത് സതീശനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അബ്ദുള്ള കുട്ടിക്കും ചെയ്തത് തന്നെയാണിത്, ഈ സെയിം പ്രോസസ്സ്. ലോവർ ക്ലാമ്പ് ലൂസ് ആക്കിയിട്ടേ ടെലസ്കോപ്പ് തിരിച്ചു കഴിഞ്ഞാൽ റീഡിങ് മാറൂല അല്ലേ? ഇല്ല, റീഡിങ് മാറൂല. അപ്പർ ക്ലാമ്പ് തിരിച്ചാൽ മാത്രം റീഡിങ് ചേഞ്ച് ആവും. അപ്പൊ ആദ്യം സീറോ സെറ്റ് ചെയ്തിട്ട് രണ്ടും ടൈറ്റ് ചെയ്ത് വെക്കും. ഓല് വെച്ചിട്ട് ഏക്ക് നോക്കി സീറോ സെറ്റ് ചെയ്തിട്ട് രണ്ടും ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പർ ക്ലാമ്പ് തിരിച്ചിട്ട് ബിയിലേക്ക് രണ്ടും ലോവറും ടൈറ്റ് ആയിരിക്കണം കേട്ടോ. ലോവറും അപ്പറും ടൈറ്റ് ആയിട്ട് ആദ്യം വെക്കണം. അതിനുശേഷം അപ്പർ ക്ലാമ്പ് ലൂസ് ആക്കിയിട്ട് നമ്മൾ എയിലേക്ക് നോക്കും. അപ്പൊ ആ സമയം ലോവർ ക്ലാമ്പ് ബിയിലേക്ക് നോക്കുമ്പോൾ ലോവർ ക്ലാമ്പ് ലൂസ് ആയിരിക്കാൻ പാടില്ല, ലോവർ ക്ലാമ്പ് ടൈറ്റ് ആയിരിക്കണം. അത് ശ്രദ്ധിക്കണം. ഇത്രേ ഉള്ളൂ സെയിം പ്രോസസ്. ആംഗിളായി പിന്നെ എടുക്കുന്നതും വീണ്ടും നമ്മൾ റിവേഴ്സ് വരും. അപ്പൊ സെയിം റീഡിങ്. അപ്പൊ നമുക്ക് ബിയില് കിട്ടിയത് അത് വരും. പിന്നെ രണ്ടും ടൈറ്റ് ആക്കിയിട്ട് അപ്പർ ക്ലാമ്പ് ലൂസ് ആക്കിയിട്ട് വീണ്ടും സെയിം ബിയിലേക്ക് പോകണം വേണം. യെസ്, അപ്പൊ ഇതിന് ഡബിൾ ആവും. തിരിച്ചു വീണ്ടും നമ്മൾ എയിലേക്ക് വരുന്നു, പിന്നെ നമ്മൾ തിരിച്ചു വീണ്ടും ബിയിലേക്ക് പോയി ആ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ ഫേസ് നമ്മൾ ലെഫ്റ്റിലേക്ക്, ഫേസ് റൈറ്റിലേക്ക് പോയി. ഉണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഉപയോഗിച്ച് അതെന്താ വെച്ചാല് മറ്റു മെത്തേഡ് പോലെയല്ല. റിപ്പീറ്റേഷൻ മെത്തേഡ് അത്ര ആക്യുറസി വേണ്ട സ്ഥലങ്ങളല്ല ചെയ്യണേ. അപ്പൊ അത് ഉറപ്പ് വരുത്താനാണ് ആ പോയിന്റ്. അതായത് ആദ്യം നമ്മൾ ബൈസെക്ട് ചെയ്തിട്ട് ക്ലാമ്പിംഗ് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യില്ലേ, രണ്ട് ക്ലാമ്പിംഗ് സ്ക്രൂവും, അതായത് ലോവറും അപ്പറും ടൈറ്റ് ചെയ്തതിന് ശേഷം ടാൻജന്റ് ഒന്നുകൂടെ നമ്മളത് ചെക്ക് ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ്സ് ടെലസ്കോപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് അത്രയും മാറാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് നമ്മളിപ്പോൾ നോക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് റേഞ്ചിങ് റോഡിലേക്കല്ലേ നമ്മൾ ബൈസെക്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ നോക്കുന്നത് റേഞ്ചിങ് റോഡിലേക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ അവിടെ പൊളിയിലൊക്കെ അവർ വർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ റേഞ്ചിങ് നമുക്കൊരു പോയിന്റ് ആണല്ലോ വേണ്ടത്, ഹൊറിസോണ്ടൽ ആംഗിൾ അല്ലേ? അപ്പോൾ പോയിന്റ് കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് റേഞ്ചിങ് റോഡിൻ്റെ ഫ്രണ്ടിൽ പെഗ് അടിക്കും. പോയിന്റ് സെയിം തന്നെ. ആ റേഞ്ചിങ് റോഡിൻ്റെ ഫ്രണ്ടിൽ പെഗ് അടിച്ചിട്ട്, മരത്തിൻ്റെ പെഗ്ഗാണ്, വൂഡൻ്റെ പെഗ്ഗാണ്. ഈ വൂഡൻ്റെ പെഗ്ഗിൻ്റെ മുകളിൽ ഒരു നെയിലടിക്കും, അതായത് ഒരു ആണി അടിക്കും. ഈ ആണി അടിക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പിലേക്കാണ് ശരിക്ക് ടെലസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ബൈസെക്ട് ചെയ്യുക, ആ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആ റേഞ്ചിങ് റോഡിൻ്റെ നമ്മുടെ ഗ്രൗണ്ടിലെ പോയിന്റ് ഉണ്ടല്ലോ, റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുന്ന ആ ഗ്രൗണ്ടിലെ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ വുഡൻ്റെ പെഗ് അടിച്ച്, ആ വുഡൻ്റെ പെഗിൻ്റെ മുകളിലൊക്കെ ആണി ഉണ്ടാവും, ഈ നെയിൽ അടിച്ചിട്ടുണ്ടാവും അവിടെ അങ്ങനെ ഫിക്സ് ചെയ്യണേൽ. ആ നെയിലിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ ടെലസ്കോപ്പ് നമ്മൾ ആ ക്രോസ് വയർ ആ കറക്റ്റായിട്ട് അതിലേക്ക് ബൈസെക്ട്, അതായത് അത്രയും പോയിന്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സെൻറ്റൻസ് അതിൽ അതിനുശേഷം നമ്മൾ ലോവർ ക്ലാമ്പ് അപ്പർ ക്ലാമ്പൊക്കെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്തെങ്കിലും ആ പോയിന്റിൽ ചെറിയ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് നമ്മളതിനെ കറക്റ്റ് ചെയ്തിരിക്കണം. അതതിൻ്റെ പ്രോസസ്സാണ്. നമ്മളത് നോക്കിയിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം എന്നുള്ളത്. കാരണം ഇപ്പോൾ റീട്രേഷൻ ഒന്നും ചെയ്യുമ്പോൾ ഇത്തരമുള്ളൊരു സംഭവങ്ങൾ നമുക്ക് വരുന്നില്ല. പക്ഷേ റിപ്പീറ്റേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളത് പാലിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് റേഞ്ചിങ് റോഡ് തന്നെയായിരിക്കും ചിലപ്പോൾ അവർ തരിക. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമിനൊക്കെ ചെയ്യണതല്ലേ. പക്ഷേ കറക്റ്റ് പോയിൻ്റഡായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത്രയും പോയിൻ്റഡായിട്ടായിരിക്കും നമ്മളത് ചെയ്യുക. അതിന് വേറെ കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇതൊക്കെ ടാക്യോമെട്രിയിലൊക്കെ വരുന്ന കുറച്ച് മെത്തേഡുകൾ ഇത് നമ്മൾ തിയോളൈറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ സ്ലോപ്പൊക്കെ കണ്ടുപിടിക്കില്ലേ, സ്ലോപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റിപ്പീറ്റേഷൻ മെത്തേഡിനെ കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്കത് മുരുകേഷേ